ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐറോസ് വേഡ്. ഇന്ന് നമുക്ക് അപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. കുറച്ച് കുതിർത്ത് വെച്ചിരുന്ന കടല ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ ആ ടൈം കൊണ്ട് തന്നെ നമുക്കൊരു തേങ്ങ പൊട്ടിച്ചെടുത്ത് നമുക്ക് തിരികെ എടുക്കാം. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ചതച്ചെടുത്തതെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുത്ത് നന്നായി വറുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുറച്ച് പെരിഞ്ചീരകം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കടലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. വറുത്ത് തേങ്ങയിട്ട് ചൂട് മാറിയ ശേഷം നമുക്കൊന്ന് ജാറിലിട്ട് അടിച്ചെടുക്കാം. മാറ്റി വെച്ച ആ കടല കൂടി ചേർത്ത് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ചൂടായ എണ്ണയിലേക്ക് കടുവും കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നേരത്തെ അടിച്ചു വെച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കിടക്കുക കേട്ടോ. അപ്പോൾ നല്ല മണം വരും. കടലക്കറി എടുത്ത് നമുക്ക് മറ്റേ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കൊരു അപ്പച്ചട്ടി എടുത്ത് നമുക്ക് അപ്പം ചുട്ടാലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോവാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കടല സെറ്റായി വരുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. കടലക്കറി വെക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കില്ല, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. പിന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്